നമ്മുടെ സുഗമോദേവി വമ്പൻ വാഴ്ത്തിരിവിലേക്കാണ് നമ്മുടെ ബലരാമനെ, നമ്മുടെ സിദ്ധാർത്ഥനെ, നമ്മുടെ മീരയുടെ മരണ വാർത്ത അറിയിക്കാൻ സാധിച്ചിട്ടില്ല കേട്ടോ. ആരും തന്നെ അറിഞ്ഞിട്ടില്ല. നമ്മുടെ സിദ്ധാർത്ഥൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ മീര മരിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അപ്പൊ നമ്മുടെ ബലരാമന്റെ അടുത്ത് നമ്മുടെ ജാനകി പറഞ്ഞിരിക്കുന്നത് മീരയ്ക്ക് ഒരു കുഴപ്പവുമില്ലെന്നാണ്. അപ്പൊ ബലരാമൻ പിന്നെയും പ്ലാനും പദ്ധതികളൊക്കെ ആയിട്ട് നമ്മുടെ പ്രഭാവതിയോടും നമ്മുടെ സിദ്ധാർത്ഥനോടും ബലരാമൻ പറയുന്നുണ്ട്, നാളെ ഇവിടുന്ന് ഡിസ്ചാർജ് ആയാലുടൻ എൻ്റെ വീട്ടിലേക്ക് പോകണം, എന്നിട്ട് അവിടെ വെച്ച് നമുക്ക് എല്ലാവരോടും നമ്മുടെ മീരയുടെ നന്ദിന്റെ വിവാഹം അനൗൺസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രഭാവതിയും സിദ്ധാർത്ഥനും ഉണ്ട് കേട്ടോ. അപ്പോൾ സിദ്ധാർത്ഥന്റെ മുന്നിൽ വെച്ച് നമ്മുടെ പ്രഭാവതി നമ്മുടെ നന്ദനോട് പറയുകയാണ്, അവളാണ് മീരയെ കൊന്നിട്ട് കടന്നു കളഞ്ഞത്, മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവളും അവളുടെ അച്ഛനും കൂടി കടന്നു കളഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ മൊത്തം ആകെ സീനാട്ടോ. അപ്പം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ദേവിയാണ് കൊന്നത്, ദേവി അച്ഛനും കൂടിയാണ് കൊന്നത്, എന്നിട്ട് അവർ നാട് വിട്ടിരിക്കുകയാണെന്ന് കേട്ടോ അവർ വിചാരിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ദേവിയും മാധവനെയും കൊണ്ടുപോകുന്ന ഒരു വണ്ടി കാണിക്കുക കേട്ടോ. നമ്മുടെ നമ്മുടെ പഞ്ചാഗ്നിയിലെ വാസു ആണ് കേട്ടോ കൊണ്ടുപോകുന്നത്, ഇവരെ കടത്തിക്കൊണ്ട് പോകുന്നത്. കാർത്തികേയൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കാർത്തികേയനെ കാണിക്കുന്നില്ല, ഇപ്പൊ വാസുവിനെ മാത്രം കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം പോകും വഴി ഇടയിൽ റോഡിൽ വെച്ചിട്ട് നമ്മുടെ മാധവനെ അവർ തള്ളിയിടുന്നുണ്ട് കേട്ടോ, അടിയിലേക്ക് റോഡിലോട്ട് തള്ളിയിടുന്നുണ്ട്. ശേഷം നമ്മുടെ ദേവിയും കൊണ്ട് അവർ പോകുക. അതിനുശേഷം നമ്മുടെ വാസു പറയുന്നുണ്ട്, പുതിയൊരാള് നമ്മുടെ പ്രായം കുറയുണ്ട്, എസ്തപ്പാൻ എന്നൊക്കെ പറഞ്ഞൊരു പുതിയൊരു ക്യാരക്ടറിനെ പരിചയപ്പെടുത്തുക കേട്ടോ. അയാളുടെ കയ്യിലേക്കാണ് ദേവിയെ കൊടുക്കാൻ പോകുന്നത്. അയാൾ ഇനി ദേവിയുടെ കാര്യം നോക്കിക്കോളും, അയാൾ എന്ത് പറയുന്നു അത് നമ്മൾ അനുസരിക്കും ദേവിയുടെ കാര്യത്തിൽ എന്ന് നമ്മുടെ വാസു പറയുന്ന ഒരു രംഗമാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി എന്തൊക്കെയായി തീരും കഥ അല്ലെ പ്രേക്ഷകരെ? ദേവിയുടെ വേറൊരു ജീവിതമായിരിക്കും കാണുവാൻ സാധിക്കുന്നത്. ഇനി എസ്തപ്പാന്റെ കൂടെ ദേവി എങ്ങനെയായിരിക്കും? ഭയങ്കര ക്രൂരതകൾ നിറഞ്ഞൊരു ജീവിതമായിരിക്കുമോ, അല്ലെങ്കിൽ ദേവി സുരക്ഷിതമായി നോക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വാസുവിന്റെ ക്യാരക്ടർ അറിയാലോ, ഈ പെണ്ണുങ്ങളെ അന്യനാട്ടിലോട്ട് കടന്ന് പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ക്യാരക്ടറാണ് നമ്മുടെ വാസുവിന്റെ. അപ്പൊ എന്തായിരിക്കും കഥ നമുക്ക് കണ്ടു തന്നെ അറിയാം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.